അങ്ങനെ നമ്മുടെ അടുത്ത ഗോവയ്ക്ക് ഞാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുക. രാത്രി 8:30 നേരത്ത് 9:30ക്കാണ് ട്രെയിൻ ഗോവയ്ക്കുള്ളത്. ആ ട്രെയിൻ വരണം. അങ്ങനെ ഞാൻ ട്രെയിൻ കാത്തുനിൽക്കുമ്പോൾ നമ്മുടെ വന്ദേ ഭാരത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഓറഞ്ച് കളറ്, 2 കളറുണ്ടല്ലോ, നീലയും ഓറഞ്ചും. ഓറഞ്ച് കളറാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ എൻ്റെ ട്രെയിൻ വന്നു. ട്രെയിൻ വരുന്ന ധൃതിയിൽ ട്രെയിൻ വരേണ്ട ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ട്രിവാൻഡ്രം തൊട്ട് നിസാമുദ്ദീൻ വരെ പോണ ട്രെയിനാണ് എൻ്റെ. AC ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, 3rd AC. അപ്പം ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ട്രെയിനിൽ മുകളിലത്തെ ബർത്താണ് എൻ്റെ. അപ്പം ഞാൻ അതിൽ കയറി കിടന്നു. അപ്പം അങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് ട്രെയിനിൻ്റെ ഉൾഭാഗം. നല്ല AC ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട്. നല്ല വൃത്തിയുണ്ട് ട്രെയിൻ. ഫ്ലൈറ്റിലുള്ള പോലെ റീഡിങ് ലൈറ്റൊക്കെ ഉണ്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ. അങ്ങനെ രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ മോർണിംഗിന് എനിക്കിപ്പോൾ കാണുന്ന കാഴ്ച പുറത്ത് മൊത്തം മഞ്ഞാണ്. മഞ്ഞ് കെട്ടി നിൽക്കുക. ഗോവ സ്റ്റേറ്റിലേക്ക് കടന്നപ്പോൾ മൊത്തം മഞ്ഞ് കെട്ടി നിൽക്കുക പ്രദേശം മൊത്തം. അത് കാരണം വിസിബിലിറ്റിയൊക്കെ ഭയങ്കര കുറവാണ്. നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് ട്രെയിൻ പോകുമ്പോൾ. ട്രെയിൻ പോകുമ്പോൾ വീണ്ടും തണുപ്പിൻ്റെ പവർ ഒന്നുകൂടി കൂടി. കണ്ടോ, നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും കാണാനില്ല, അതുപോലത്തെ മഞ്ഞ്. വിസിബിലിറ്റിയൊക്കെ ഭയങ്കര കുറവ്. നമ്മൾ ഒക്ടോബർ കാലത്താണ് പോണത്. ഇപ്പോൾ മോർണിംഗ് ടൈമാണ് ഒക്ടോബറിൽ. അങ്ങനെ ട്രെയിൻ ഇതാ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. തൃശ്ശൂരിൽ നിന്ന് കയറി മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി. ട്രെയിൻ ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇവിടെ ഒരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. മുംബൈ ടു ഗോവ വന്ദേ ഭാരത്, ബ്ലൂവും വൈറ്റും കളറായിട്ടുള്ളത്. ട്രെയിനിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഇതാണ് മഡ്ഗോവ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മളാ പാലം കയറി വേണം പുറത്തേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക പാലത്തിൻ്റെ അവിടേക്ക്. ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ റോട്ടിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ചെറിയ മാർക്കറ്റൊക്കെ പോലെ ഉണ്ട്. മൊത്തം ഫിഷാണ് വിൽക്കുന്നത്. മീൻ വിൽപ്പനയാണ് മെയിനായിട്ട്. പിന്നെ ചെറിയ ടീ സ്റ്റോളും കടികൾ കിട്ടുന്ന കടകളും. ഇപ്പം ഞാൻ വഴികോട് ഇങ്ങനെ ഹോട്ടലിൽ തപ്പി നടക്കുക. അപ്പോൾ തപ്പി നടക്കുമ്പോൾ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ പേരാണ് സാന്റാ ക്രൂസ് ചാപ്പൽ. അവിടെ പണ്ടത്തെ ബിൽഡിങ്സ് കാണാം.
അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു പഴയൊരു വീടാണോ എന്താണെന്ന് അറിയില്ല. എല്ലാം പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ട് വീടിൻ്റെ മര. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വീട്. അപ്പം നമ്മൾ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോൾവ ബീച്ചിലെത്തി. മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോൾവ ബീച്ചിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ബസ്സൊക്കെ പിടിച്ച് 1.5 മണിക്കൂർ അവിടെ എത്തുമ്പോൾ. ഇപ്പോൾ ഗോൾവ ബീച്ചിൻ്റെ അവിടെ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഗോൾവ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു പാലമുണ്ട്. പാലം കയറി വേണം ബീച്ചിൻ്റെ അവിടെ എത്താൻ. ഇതിവിടെ ഉണ്ടാ, ഇതാണ് ഗോൾവ ബീച്ചിൻ്റെ മെയിൻ ഏരിയ. അപ്പം നമ്മൾ മെയിൻ ഏരിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഗോൾവ ബീച്ചിൽ. ഗോവയിൽ നല്ല തിരക്കുള്ള ബീച്ച് ആണെന്ന് തോന്നുന്നു. നല്ല ജനത്തിരക്കുണ്ട് ഇവിടെ. ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് ഫിഷിങ്ങിന് പോകാനുള്ളത്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ പാരച്യൂട്ടിൽ ആൾക്കാർ വന്ന് ഇറങ്ങണ കാണാം. ഈ ബീച്ച് അഡ്വഞ്ചറസ് സ്പോർട്സിനുള്ള ബീച്ചാണ്. പാരച്യൂട്ടിംഗ് ഉണ്ട്, പിന്നെ സ്കിഡ് ബൈക്ക് ഉണ്ട്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ വാച്ച് ടവർ ഉണ്ട് ലൈഫ് ഗാർഡിന് വേണ്ടി. ഇപ്പുറത്തെ മണൽ കണ്ട നല്ല വൈറ്റ് കളറ്. അതാണ് ഗോൾവ ബീച്ചിൻ്റെ മെയിൻ പ്രത്യേകത. വൈറ്റ് കളർ മണലാണ്. പിന്നെ ഗോവയിലത്തെ ഒരു ബീച്ചിലും വേസ്റ്റ് കാണില്ല. അത് വേറൊരു പ്രത്യേകത. പിന്നെ ഈ ഗോൾവ ബീച്ചാണ് ഗോവയിലത്തെ ഏറ്റവും വലിയ ബീച്ചും ഏറ്റവും പണ്ടത്തെ ബീച്ചും. ഗോൾവ എന്ന് പറഞ്ഞ സ്ഥലം പോർച്ചുഗീസുകാർ ഭരിക്കണ കാലത്ത് അവരുടെ അണ്ടറിലായിരുന്നു. ഇപ്പം ഞാൻ ബീച്ചിൻ്റെ മെയിൻ ഭാഗത്തെത്തി. കടലിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഈ ബീച്ചിൽ. നല്ല ചൂടുണ്ട്. അതുപോലെ 12 മണി സമയത്താണ് ഞാനിവിടെ എത്തിയത്. അപ്പം ഞാൻ ബീച്ചിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നല്ല കടലിലെ സൗണ്ടും കേട്ടും നല്ല വെയിലും കൊണ്ടും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ ചൂട്ടത്തിൽ ഞാൻ ഗോൾവ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നല്ല വൃത്തിയും വെടുപ്പുള്ള ബീച്ചാണ് ഗോവയിൽ. നല്ല ചൂടുണ്ട് ഇവിടെ. നേരത്തെ ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് നടന്നു. ഇതിവിടെ വാട്ടർ സ്പോർട്സ് എല്ലാം ഉണ്ട്. ബോട്ടെല്ലാം റെഡി ആയിരിക്കുന്നുണ്ട് ആൾക്കാർ കൊണ്ടുപോകാൻ, ടൂറിസ്റ്റിനെ കൊണ്ടുപോകാൻ. കുറേ ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ബീച്ചിൽ. കുറച്ച് നേരം ഈ ബീച്ചിൽ ഗോൾവ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ അടുത്ത ബീച്ചിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ബീച്ചിലേക്ക് ഞാൻ പോകുന്നത് മോറിജം എന്ന് പറഞ്ഞ സ്ഥലത്ത്. മോറിജം ബീച്ച് അതിവിടെ നിന്ന് 10-15 കിലോമീറ്റർ ഉണ്ട്. ബീച്ചിൽ ഞാൻ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.